പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും ഇനി വിശ്രമമില്ല. 22-ന് അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. രാജ്യമെമ്പാടും അതിന്റെ പ്രകമ്പനങ്ങളാണ്. എങ്ങും രാമഭക്തി അലയടിക്കുന്നു. വളരെ കൃത്യതയോടെയാണ് ഭരണകക്ഷിയായ BJP ഈ അവസരം ഉപയോഗിക്കുന്നത്. രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ശുചീകരണം നടക്കുന്നു. അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഇന്ത്യയിലെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും എത്തുന്നു. പലയിടത്തും ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളും തങ്ങളുടെ വീട്ടിലേക്ക് അക്ഷതം ചോദിച്ചു വാങ്ങുന്നു. മുസ്ലിം പെൺകുട്ടികൾ പോലും രാമനാമം ചൊല്ലുന്നു. മതത്തിനും ജാതിക്കും അതീതമായി ഒരു രാമതരംഗം എങ്ങും ദർശിക്കാം. രാഷ്ട്രീയ നേതാക്കൾക്കും ഈ ട്രെൻഡ് മനസ്സിലായി കഴിഞ്ഞു. ഒഴുക്കിനെതിരെ നീന്താൻ ആരും തയ്യാറല്ല. ഒഴുക്ക് എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആരും പ്രാണപ്രതിഷ്ഠയെ തള്ളിപ്പറയുന്നില്ല. നേരത്തെ രാമജന്മഭൂമി എന്ന് പറയുന്നതിന് പകരം ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞവർ ആ പേര് പോലും ഇപ്പോൾ ഉച്ചരിക്കുന്നില്ല. കേരളത്തിലെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തങ്ങൾ എതിരല്ലെന്ന് പറയുന്നു. ഈ തരംഗം അടുത്ത തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനും ഇത് അഗ്നിപരീക്ഷണമാണ്. ഒരുപക്ഷെ ജനുവരി 22-ന് അവർ പലയിടത്തും തങ്ങളുടേതായ ബദൽ പ്രാണപ്രതിഷ്ഠകളോ പൂജകളോ നടത്തിക്കൂടായികയില്ല. രാമനെ ആരും ഇപ്പോൾ എതിർക്കുന്നില്ല. ബാബറി മസ്ജിദിന് മുകളിൽ ഈച്ച പോലും പറക്കില്ല എന്ന് പറഞ്ഞ മുലായം സിംഗ് യാദവ് ഇപ്പോൾ ഇല്ലെങ്കിലും മകനും മുൻ UP മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് വിളിച്ചാൽ താൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുമെന്ന നിലപാടിലാണ്. സമസ്തിപൂരിൽ LK അഡ്വാനിയെ അറസ്റ്റ് ചെയ്ത മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് ആകട്ടെ രാമനെതിരെ ഒരക്ഷരം പറയുന്നില്ല. ഇത് പ്രതിപക്ഷത്തിനും അറിയാം. കർണാടക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രതിപക്ഷം നല്ല മൂഡിലായിരുന്നു. ഒന്ന് ഫൈറ്റ് ചെയ്യാമെന്ന മനോഭാവത്തിൽ. എന്നാൽ ഇപ്പോൾ അവരുടെ ആത്മവിശ്വാസം പോയി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് ഫലമാണ് ഒരു കാരണം. പിന്നെ പ്രതിപക്ഷത്തിന്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളും. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന് മേധാവിത്വമുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും ബംഗാളിലുമാണ്. മഹാരാഷ്ട്ര എന്നോ BJP പ്രതിപക്ഷത്തെ മറികടന്നു. ബീഹാറിലും മറികടക്കാം എന്നാണ് അവരുടെ പ്രതീക്ഷ. JDS കൂടി വന്നതോടെ കർണാടകയിലും BJPക്ക് തൂത്തുവാരാം. ഇനി ശക്തമായ മത്സരം നടക്കുക ബംഗാളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും പഞ്ചാബിലും മാത്രം. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ കോട്ടകളിൽ നേരിട്ട് ഇടിച്ചു കയറുകയാണ്. ഇത് പ്രതിപക്ഷത്തിന് പരിഭ്രാന്തി വളർത്തിയിട്ടുണ്ട്. മോദി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതിപക്ഷത്തെ കുറേ പ്രമുഖരെ വലവിരിക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുമാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ BL സന്തോഷ്, വിനോദ് താവ്ഡെ, കേന്ദ്രമന്ത്രി ഭൂപീന്ദർ സിംഗ് യാദവ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ എന്നിവരൊക്കെ ഒരുമിച്ചിരുന്ന് ഏത് പ്രതിപക്ഷ പ്രമുഖരെ വലവീശണമെന്ന് ആലോചിക്കുകയാണ്. പലരും BJPയെ ഇങ്ങോട്ട് സമീപിക്കുന്നുണ്ട്. പ്രചാരണം തുടങ്ങിയ കോൺഗ്രസിനും പ്രതിപക്ഷ സഖ്യത്തിനും മാനസിക ആഘാതം നൽകുകയാണ് BJP ചെയ്യുന്നത്. മണിപ്പൂരിൽ രാഹുൽ ജാഥ തുടങ്ങുന്ന ദിവസം നോക്കിയാണ് മുംബൈയിലെ കരുത്തനും രാഹുൽ ബ്രിഗേഡ് അംഗവുമായ മിലിന്ദ് ദേവറയെ BJP പാളയത്തിലേക്ക് കൊണ്ടുവന്നത്. രാഹുൽ ബ്രിഗേഡിലെ RPN സിംഗ്, ജിതിൻ പ്രസാദ്, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരൊക്കെ നേരത്തെ BJP വലയിൽ വീഴ്ത്തിക്കഴിഞ്ഞിരുന്നു. മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന ഒട്ടേറെ പ്രമുഖർ ഇന്ന് BJPയുടെ മുൻനിര ടീമിന്റെ ഭാഗമായി കഴിഞ്ഞു. അസാമിൽ നിന്ന് ഹിമന്ത ബിശ്വാസ് ശർമ്മ, ബംഗാളിൽ സുവേന്ദു അധികാരി, പഞ്ചാബിൽ അമരീന്ദർ സിംഗ്, മഹാരാഷ്ട്രയിൽ നാരായൺ റാണെ, മണിപ്പൂരിൽ ബിരേന്ദർ സിംഗ്, ആന്ധ്രയിൽ കിരൺ റെഡ്ഡി, ഗോവയിൽ ദിഗംബർ കാമത്ത് തുടങ്ങിയവരൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലെത്തിയവരാണ്. ജനസ്വാധീനവും കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കാനുള്ള പ്രാപ്തിയും ഉള്ളവരെ മാത്രമാണ് BJP കൂടെ കൊണ്ടുവരുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കൂടുതൽ നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുലിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ ആകർഷിക്കാനാണ് BJP ശ്രമം. രാഹുലിനെ നിരായുധനാക്കുകയാണ് BJPയുടെ തന്ത്രം. ചിലരെ സെറ്റാക്കി കഴിഞ്ഞാലും യോജിച്ച സമയം നോക്കിയേ വിവരം പുറത്തുവിടൂ. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.